വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ എടുത്ത് ഇന്ന് എന്തൊക്കെ പരിപാടികൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ആലോചനയാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് കാറ്റ് കൊള്ളാമെന്ന് ഓർത്തിട്ട് ചെറുതായിട്ട് നമ്മൾ ജനലൊന്ന് തുറന്നിട്ടിട്ടുണ്ട്. ഒടുക്കത്തെ തണുപ്പാണ് ഇപ്പം തന്നെ അടയ്ക്കും കേട്ടോ. അപ്പോൾ ഇന്നങ്ങനത്തെ ആലോചനയ്ക്ക് ശേഷം നമുക്ക് പുട്ടുണ്ടാക്കാമെന്നുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി തന്നെ കടല നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുതിർന്ന് ഉമ്മ എണീറ്റപ്പോൾ തന്നെ ഉമ്മ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് പുട്ടിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുട്ട് എപ്പോഴും ഉണ്ടാക്കാറുള്ളത് വാട്ടി കുഴച്ചിട്ടല്ല, പൊടി വാട്ടിയിട്ട് അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമുക്ക് സാധാരണ പുട്ടുപൊടി വെച്ചിട്ടുണ്ടാക്കുന്ന പുട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കഴിക്കാൻ വേണ്ടി മാത്രം അടുക്കളയിൽ കയറിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ദേടാ എല്ലാം ഉണ്ടാക്കാനുള്ള അവസ്ഥയാണ് കേട്ടോ. രാവിലെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് സാധനം ഉണ്ടാക്കണം. നമ്മൾ തറവാടായതുകൊണ്ട് തന്നെ വാപ്പ, ഉമ്മ, ഞാൻ, മക്കൾ, ഇക്ക അങ്ങനെ അത്യാവശ്യം ആൾക്കാരുണ്ട്. പക്ഷെ ഉമ്മ ഈ അരി ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല കേട്ടോ. രാവിലെ ആൾക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ ഉമ്മ ഗോതമ്പ് ഐറ്റംസാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഉമ്മക്ക് വേണ്ടിയിട്ട് ഗോതമ്പിൻ്റെ തന്നെ പുട്ടുപൊടി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇവിടെ ഈ എല്ലാ ഐറ്റംസും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സമാധാനമാണ് കേട്ടോ. പിന്നത്തേന് വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ കിടക്കുകയും ചെയ്യും, പിന്നെ അതൊട്ട് ചെയ്യാൻ ടൈം കിട്ടുകയില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതിനോട് കൂടെ തന്നെ ക്ലീൻ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ചില സമയത്ത് എനിക്ക് മടി വരാറുണ്ട്. അങ്ങനെ ഇന്ന് കറിക്ക് വേണ്ടിയിട്ടുള്ള കടലയാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സബോളയും കാര്യങ്ങളൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. മക്കൾക്ക് ലഞ്ചിനും ഈ കറി തന്നെ കൊടുത്തു വിടാമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും ടൈമാവും. അപ്പോൾ എന്തെങ്കിലും ഒരു തോരനും രാവിലത്തെ കറിയാണ് കൊടുത്തു വിടാറുള്ളത്. അവർക്ക് വലിയ മടിയൊന്നുമില്ല, കഴിച്ചോളും. അങ്ങനെ ഇന്നത് വേണം എന്നുള്ള കൂട്ടത്തിൽ പെട്ട ആൾക്കാരൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ രാവിലെ എണീറ്റിട്ടുള്ള പണി ഭയങ്കര മടി പിടിച്ചിട്ടുള്ള കാര്യമാണല്ലേ. ഒന്ന് ഓണായി വരാൻ തന്നെ ഏകദേശം 10 മണിയൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ടൈമും തീർന്നിട്ടുണ്ടാവും. അപ്പോൾ മക്കളൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇതുവരെ പെടപ്പാണ്. മക്കൾ പോയി കഴിഞ്ഞിട്ട് ഞാനൊന്ന് റിലാക്സ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ടൈമും ഞാൻ കണ്ടെത്താറുണ്ട്. അത് മടി പിടിച്ചിരിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആണെന്ന് പറയാം. പക്ഷേ എനിക്കായിട്ടുള്ള സമയമായതുകൊണ്ട് ഞാൻ കുറച്ചധികം നേരം ഫോൺ കണ്ടോ TV കണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെ രാവിലെ എണീറ്റ് പഠിച്ച് ചെയ്താലും നമ്മൾ ആ ഒരു 12:30 ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 1 മണിയുടെ ഉള്ളിൽ നമ്മൾ കുളിച്ചിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തത്രപ്പാടെടുത്ത പണികളൊക്കെ ചെയ്ത് തീർക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് പണി ചെയ്താലും മതി. നമ്മളെങ്ങനെയൊക്കെ ചെയ്താലും നമ്മുടെ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പണി തീർക്കാനായിട്ട് നോക്കും. അപ്പോൾ രാവിലെ തന്നെ കിടന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ചോറും കറിയും രാവിലെ തന്നെ ആവുകയാണെങ്കിൽ നമ്മുടെ ഏകദേശം പണികളൊക്കെ തീരും കേട്ടോ. പിന്നെ വൈകുന്നേരം കിടന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ മിക്കപ്പോഴും അരി ഇടാനായിട്ട് നോക്കാറുണ്ട്. മക്കൾക്ക് ചോറ് കൊണ്ടുപോകേണ്ടതുകൊണ്ട് രാവിലെ ഇടേണ്ട വരും കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള പുട്ടും കൂടെ ആ സൈഡിൽ കൂടെ അങ്ങനെ റെഡിയായി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതോടുകൂടി തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള പുട്ടും കൂടെ ഒരു സൈഡിൽ വെക്കുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളും ഒരു ടൈമിൽ അങ്ങനെ നടന്നു പൊക്കോളൂല്ലോ. പുട്ടാകുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഇടയ്ക്ക് ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി, ആൾ തന്നെ ഇരുന്ന് വെന്തോളൂ അല്ലേ. അത്യാവശ്യം മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഈ എളുപ്പപ്പണികളാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. എനിക്കിങ്ങനെ ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്യുന്ന കാര്യങ്ങളോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. ചെയ്യില്ല എന്നല്ല, പക്ഷെ നമുക്ക് പൊതുവായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, അതില്ലാത്ത ആളാണ് കേട്ടോ ഞാൻ. അങ്ങനെ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഉള്ളിയും കാര്യങ്ങളെല്ലാം ഒന്ന് ഇട്ടിട്ട് നമ്മളതൊന്ന് അടുപ്പിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 വിസിലും കൂടെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറി അങ്ങനെ റെഡിയാവും. പിന്നെ നമ്മൾ അരിയിടാനും കറി വയ്ക്കാനും പുട്ടിടാനൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നീറ്റാക്കി പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും പണി കുറഞ്ഞിരിക്കും, അത്രയും സമാധാനം ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരു ദേഷ്യമാണ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് സിങ്ക് നിറഞ്ഞു കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും തന്നെ ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലേ. അപ്പോൾ ഞാനും അതുപോലെ തന്നെ എല്ലാം ഒന്ന് അത്യാവശ്യം ഒതുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ കഴുകി വയ്ക്കാൻ നോക്കാറുണ്ട്.
അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചത്തേനും പിന്നെ മക്കൾക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള തോരനും കൂടെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്നലെ വഴുതനങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് തോരനാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഈ അടുപ്പിൻ്റെ സൈഡിലിരുന്ന് പണിയെടുക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. ഇവിടെ അത്യാവശ്യം തണുപ്പുള്ള കാലാവസ്ഥയായതുകൊണ്ട് നല്ലൊരു ചൂടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും തന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ ഈ അടുപ്പിൻ്റെ സൈഡിൽ തന്നെ ഇരുന്ന് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് തലേന്ന് തന്നെ എല്ലാം അരിഞ്ഞും പെറുക്കിയൊക്കെ വെക്കുമായിരുന്നു കേട്ടോ. അന്നൊക്കെ നമുക്ക് കുഞ്ഞു കൊച്ചായിരുന്നല്ലോ അതിനു, അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ സമയത്തിനെടുത്ത് ചെയ്താൽ മതിയല്ലോ എന്നോർത്ത് ഞാൻ ഈ പച്ചക്കറികളും നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എനിക്ക് ആ ഒരു ഉള്ളി അരിയാനിരിക്കുന്ന സമയം കൂടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അത്രയും സന്തോഷം എന്ന് ഓർത്തായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ വഴുതനങ്ങയുടെ കറിയൊക്കെ പോകാനായിട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ചിടുവാണെങ്കിൽ കുറച്ച് കറിയൊക്കെ പോകുന്നുള്ളത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടെല്ലാം പിഴിഞ്ഞ് വാരി എടുത്തിട്ട് നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. തോരനും കൂടെ റെഡിയാക്കുകയാണെങ്കിൽ ഉച്ചത്തേനും കൂടെ ആയിക്കോളൂല്ലോ. വൈകിട്ടത്തേനും പിന്നെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് വേണം കേട്ടോ. എല്ലാവരും ഉള്ളതുകൊണ്ട് അങ്ങനെ തികയാറില്ല. ഇതിൻ്റെ ഇടയിൽ മോന് പള്ളി വിട്ട് വന്നിട്ടുണ്ട്. ആളവിടെ ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെ മൈൻഡ് ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ സമയമില്ല. ഇപ്പം ഞാൻ നല്ല തിരക്കിലാണ്. രാവിലെ എല്ലാവർക്കും ഒരു യുദ്ധമാണല്ലോ. രാവിലെ എല്ലാവർക്കും ഭയങ്കര തിരക്കായിരിക്കും അല്ലേ. ആ തിരക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് നല്ല കുറേ യൂസ്ഫുള്ളായിട്ടുള്ള കുറേ ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പച്ചക്കറി അരിഞ്ഞ് വയ്ക്കൽ തലേന്ന് ചെയ്യുക, അങ്ങനെ അല്ലെങ്കിൽ പുട്ടിന് നമ്മൾ പൊടി വയ്ക്കുന്നത് തലേന്ന് തന്നെ സെറ്റാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. രാവിലെ ഇതുപോലെ തന്നെ ഭയങ്കര പിടപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോറ് അങ്ങനെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതും കൂടി ഒന്ന് വാർത്ത് വയ്ക്കാം. അപ്പോൾ മക്കൾ പോകാറാകുമ്പോഴത്തേക്കും ചൂടാറിയിട്ടിരുന്നോളൂല്ലോ. അങ്ങനെ ഞാൻ ചോറ് വാർക്കാനൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. ബാലൻസ് വരുന്ന പാത്രങ്ങളും ആ ഒരു കൗണ്ടർ ടോപ്പും ഞാൻ അപ്പം തന്നെ തുടച്ചിടാറുണ്ട് കേട്ടോ. ഒരു മണിയും അധികം അങ്ങനെ പെൻഡിങ്ങിലിടാനായിട്ട് നോക്കാറില്ല. എന്നാലും ചില സമയത്ത് എനിക്ക് മടി പിടിക്കുമ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ചെയ്യാറുമില്ല. ഇനിയിപ്പോൾ ചോറും കൂടെ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സും കൂടെ എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ മോള് ലഞ്ച് ബോക്സൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് എല്ലാം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സ് കെട്ടുമ്പോൾ ഞാൻ കുറച്ച് ചോറാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അവരങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലെല്ലാം മോൻ അത്യാവശ്യം കഴിച്ചോളും, മോളങ്ങനെ കഴിക്കില്ല. അപ്പോൾ അവിടെ കൊണ്ടുപോയി വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചാണേ കൊടുത്തുവിടാറുള്ളൂ. അപ്പോൾ മോളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ അവളുടെ സൈഡ് ബസ്സിലൊക്കെ എടുത്ത് 2 സൈഡിലും മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഒരുങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവളൊന്ന് ചെറിയതായിട്ട് ലൈറ്റായിട്ട് കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുത്ത് മുടിയൊക്കെ കെട്ടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അയിനുക്കുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ എണീറ്റ് വന്നിട്ടുണ്ട്. ആൾ എണീറ്റിട്ടുണ്ടെങ്കിലും എനിക്ക് അവളെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല കേട്ടോ. അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി കളിച്ചും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇവരെല്ലാം പോയി കഴിയുമ്പോഴാണ് പിന്നെ നമ്മുടെ അടുത്തോട്ട് അടുക്കാനായിട്ട് വരാറുള്ളൂ. അങ്ങനെ അയിനു റെഡിയാവലൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് ബൈ ബൈ പറഞ്ഞ് പോകാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ യാത്ര പറയുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അവരിറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മോർണിംഗ് വ്ലോഗായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.